ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അപ്പവും കടലക്കറി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ആർക്കൊക്കെ അപ്പം കടലക്കറി കോമ്പിനേഷൻ ഇഷ്ടമാണ്? അപ്പം എഗ് റോസ്റ്റ്, അപ്പം മുട്ടക്കറി, അപ്പം സ്റ്റ്യൂ, അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? പക്ഷെ എൻ്റെ നൊസ്റ്റു ഐറ്റവും അപ്പം കടലക്കറിയാണ് കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന കടലക്കറി, എൻ്റെ കിഡു ടേസ്റ്റായിരുന്നു. പണ്ട് നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ചിക്കൻ കറി എപ്പോഴൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. ദാറ്റ് മീൻസ് ചിക്കൻ എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങില്ലായിരുന്നു. ഇപ്പോൾ ഒക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ദിവസം വാങ്ങാമല്ലോ. പണ്ട് എപ്പോഴെങ്കിലും മാസത്തിൽ 2 വട്ടം, അത് മാസത്തിൽ 1 വട്ടമൊക്കെ വാങ്ങിയിരുന്നുള്ളൂ. പക്ഷേ അമ്മയുടെ ഈ കടലക്കറി കൂട്ടിയാൽ ചിക്കൻ കറി കൂട്ടുന്നതിന് തുല്യം. അത് പറഞ്ഞാൽ ആരെന്നെ കളിയാക്കണ്ട, ചിക്കനും കടലയും ഒന്നാണോ എന്ന് ചോദിക്കുക, അങ്ങനെയല്ല. പക്ഷേ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിട്ട് അമ്മ കടലക്കറി ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. സ്കൂളിലും എൻ്റെ കടലക്കറിക്ക് കുറേ എന്താ പറയുക ഫാൻസ് ഉണ്ടായിരുന്നു. എൻ്റെ കടലക്കറിയല്ല, അമ്മയുടെ കടലക്കറിക്ക് നല്ല ഫാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കടലക്കറി, കടലുപ്പേരി, അല്ല അമ്മയുടെ കുറേ ഐറ്റംസ് അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഈ അപ്പം ബ്രേക്ക്ഫാസ്റ്റിലെ അപ്പം കടലക്കറി അടിപൊളിയായിട്ട് ഇഷ്ടമാണ്. ഇപ്പോഴും അത് അമ്മ ഉണ്ടാക്കിയ അപ്പം കടലക്കറി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഒരു എന്തായാലും ആ ഒരു ടേസ്റ്റ്, ഇപ്പോൾ അമ്മ സെയിം ഇൻഗ്രീഡിയൻ്റ് എനിക്ക് പറഞ്ഞു തരും, ഇതൊക്കെയാണ് ഇടേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഇടേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ ഉണ്ടാക്കിയ അമ്മ ഉണ്ടാക്കണതിൻ്റെ 7 അയലത്ത് കൂടെ വരില്ല. അതായത് ആ രുചി കിട്ടില്ല. അത് ഈ കൈപ്പുണ്യം പറയുന്നത് ഒരു മഹാസംഭവം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പീനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഞാൻ എവിടേക്കൊക്കെയോ എത്തിയല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയും.